ഓഫ് സോ ക്ലോസ് ടു എസ്കേപ്പിംഗ് റെലഗേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് നമ്മൾ ആ 3 പോയിന്റ് നേടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റെലഗേഷൻ അവോയ്ഡ് ചെയ്തേനെ. ഈ മത്സരത്തിന് മുമ്പായിട്ട് ആഷ്ലി വെസ്റ്റ്വുഡ് എടുത്തു പറഞ്ഞിരുന്നു, നമ്മൾ എന്തായാലും ആ ഒരു ഡോഗ് ഫൈറ്റിലേക്കൊന്നും പോവില്ല, നമ്മൾ അതിനു മുമ്പേ സേഫ് ആവുമെന്ന്. ഇന്ന് 88 മിനിറ്റ് വരെ നമ്മൾ ഓക്കെ ആയിരുന്നു. നമ്മൾ പിടിച്ചു നിന്ന് എങ്ങനെയെങ്കിലും ആ ഒരു 3 പോയിന്റ് നേടണേ എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിരുന്നത്. പക്ഷേ ഒടുവിൽ ഒരു ഫ്രീ ഗോള് നമ്മൾ കൺസീഡ് ചെയ്തു. അങ്ങനെ ഒരു ഗോള് ശരിക്കും കൺസീഡ് ചെയ്യാൻ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. വേറൊരു ടീമും അങ്ങനെ ഇത്രയും നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് തുടങ്ങിയ ഒരു കളിയിൽ നമ്മൾ അവസാനം അങ്ങനെ ഒരു ഗോള് കൺസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ കേരള ബ്ലാസ്റ്റേഴ്സ് തിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുട്ബോളിൽ ഒരു 1-0 ലീഡ് എത്രത്തോളം വൾണറബിൾ ആണെന്നുള്ളതിന്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഇന്നത്തെ മത്സരം. കെവിൻ യോക്കിന്റെ അറ്റംപ്റ്റ് കയറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ കളി അവസാനിച്ചതന്നെ. പക്ഷെ അത് കയറിയില്ല. ഇവഞ്ച്വലി നമ്മൾ ഈക്വലൈസറും കൺസീഡ് ചെയ്തു. എന്തായാലും റിസൾട്ട് നമ്മുടെ ഫേവറിലല്ല. ഇത്രയും നേരം ലീഡ് ചെയ്തിരുന്ന ഒരു മത്സരം തീർച്ചയായിട്ടും ക്ലോസ് ഔട്ട് ചെയ്യാൻ ഒരു ടീമിനെ കൊണ്ട് പറ്റണം. നമ്മൾക്കതായില്ല. നമ്മൾ ഇന്ന് ആ ഒരു 3 പോയിന്റ് നമ്മുടെ കൈവെള്ളയിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഈ പെർഫോമൻസിനെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ടീമിൽ ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ആ ഒരു ഡെർബി വിന്നിലെ കോൺഫിഡൻസ് നമ്മൾ ഈ മത്സരത്തിലേക്ക് കൊണ്ടുവന്നു. പല പ്ലെയേഴ്സും അവരുടെ ലെവലൊന്ന് ഇമ്പ്രൂവ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഒട്ടും വൈകാതെ ഈ മത്സരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 5 കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ എനിക്ക് ഈ ടീമിൽ ഇത്രയും വലിയ മാറ്റം കൊണ്ടുവന്ന ആഷ്ലി വെസ്റ്റ്വുഡിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ മത്സരത്തിലും ഞാൻ പുള്ളിക്ക് ഒരുപാട് ക്രെഡിറ്റ് നൽകിയിരുന്നു. പക്ഷെ ഈ മത്സരത്തിൽ വേറെ 1-2 കാര്യങ്ങൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടീസ് ചെയ്തു. ഫസ്റ്റ്ലി നമ്മുടെ മിഡ്ഫീൽഡ് സെറ്റപ്പ്. കാരണം ഈ ഒരു സീസണിൽ നമ്മൾ ഉടനീളം ചർച്ച ചെയ്തൊരു കാര്യമാണ് എത്രത്തോളം ഡിസ്ഫങ്ഷണൽ ആണ് ആ ഒരു ഏരിയ എന്ന്. ശരിക്കും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഒരുമാതിരി ആളൊഴിഞ്ഞൊരു കപ്പൽ പോലെയായിരുന്നു നമ്മുടെ മിഡ്ഫീൽഡ്. എന്നാൽ ഈ മത്സരത്തിൽ നമ്മുടെ സെറ്റപ്പ് നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയി. അവിടെ ശരിക്കും ഒരു പ്രോപ്പർ ഡയമണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഡാനിഷ് ഭയങ്കര ഡീപ്പായിട്ട്, ഞാൻ എന്തുകൊണ്ട് ഡയമണ്ട് എന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോൾ കാരണം ആ ബേസിലല്ല ആക്ച്വലി ഡാനിഷ് കളിക്കുന്നത്. പുള്ളി കുറച്ചും കൂടി ഒരു തേർഡ് സെന്റർ ബാക്ക് ആയിട്ടൊക്കെ അത്രയും വിഡ്രോ ചെയ്താണ് കളിക്കുന്നത്. അതുപോലെ തന്നെ വിപിനും ഫ്രെഡി അവിടെ വരുന്നു. ബെനറീഫ് അതിന്റെ മുമ്പിൽ കളിക്കുന്നു കുറച്ചൊരു അഡ്വാൻസ്ഡ് റോളിൽ. ശരിക്കും ആ ഒരു സെറ്റപ്പ് ഒരുപാട് വർക്ക് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ എപ്പോഴും ബോൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നല്ലോണം അത് റീസൈക്കിൾ ചെയ്യാൻ ശ്രമിച്ചു, നല്ലോണം പൊസിഷൻ റീറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ യൂഷ്വലി കാണാറുള്ള ആ ഒരു ഒറ്റ അറ്റാക്കിലൊന്നും നമ്മൾ അങ്ങനെ തുടക്കത്തിലൊന്നും ഓപ്പൺ അപ്പ് ആയില്ല. 1-2 സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ ഓപ്പൺ അപ്പ് ആയി, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ആ ഹൈറോന്റെ ചാൻസ്. അതിനു മുമ്പും ഫസ്റ്റ് ഹാഫിലും ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി ഒരു വൈഡ് ഏരിയ എന്നാണ് ആ ബോൾ വന്നത്. പക്ഷെ എന്നിരുന്നാലും കളി തുടങ്ങിയപ്പോൾ ആ മിഡ്ഫീൽഡിന്റെ ക്വാളിറ്റി ഭയങ്കര എവിഡന്റ് ആയിരുന്നു. നല്ലോണം തന്നെ കളിച്ചു എന്ന് പറയാം. നോർത്ത് ഈസ്റ്റിന് ഒട്ടും സ്പേസ് നമ്മൾ ആ ഒരു ഏരിയയിൽ കൊടുക്കുന്നില്ലായിരുന്നു. ഇത് തീർച്ചയായിട്ടും ആഷ്ലി വെസ്റ്റ്വുഡ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. അതുപോലെ തന്നെ പുള്ളി കൊണ്ടുവന്നിരിക്കുന്ന വേറൊരു മാറ്റമാണ് നമ്മുടെ സെറ്റ് പീസ് റുട്ടീനുകൾ. നിങ്ങൾ ഇന്നത്തെ നമ്മുടെ സെറ്റ് പീസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതൊരു 1 ഡയമെൻഷണൽ ആയിട്ടുള്ള ചുമ്മാ ബോൾ വെച്ച് അടിച്ച് ആരെങ്കിലും ഹെഡ് ചെയ്യട്ടെ അങ്ങനെ ഒരു അപ്രോച്ചേ ആയിരുന്നില്ല. ആദ്യം തന്നെ ഒരു കോർണറിൽ ബെനറീഫിന്റെ ഒരു ബാക്ക് ഹീലിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു കോർണർ എടുത്തൊരു റുട്ടീൻ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം ഗോള് വന്ന സെറ്റ് പീസ് ആണെങ്കിൽ കൂടി വളരെ ക്ലെവർ ആയിട്ടാണ് ആ ഒരു മൂവ്മെന്റ് നടത്തിയത്. പെട്ടെന്ന് സൈഡിലോട്ട് ബോൾ കൊടുത്ത് പിന്നെ ഫാലുവിലേക്ക് ആ ബോൾ എത്തിക്കാൻ ശ്രമിച്ചതും എല്ലാം. എന്തായാലും ഇത് സൂചിപ്പിക്കുന്നത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഒരുപാട് വർക്ക് നമ്മുടെ ടീം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഒരു കോച്ചിന് മാത്രമേ ഇങ്ങനത്തെ ഒരു ഐഡിയാസ് അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. യൂഷ്വലി നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന ഒരു സെറ്റ് പീസ് അപ്രോച്ച് അല്ല. ആൻഡ് അതിൽ തീർച്ചയായിട്ടും വെസ്റ്റ്വുഡിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പുള്ളിയാണ് ഈ ഒരു സെറ്റ് പീസ് റുട്ടീനുകളൊക്കെ നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച്. കാരണം ഇത് സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ട്രെയിനിങ് ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റിയ ഒരു മൂവ്മെന്റ് ആണ്. ഇങ്ങനത്തെ പല നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഐഡിയാസ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതൊരു വളരെ പോസിറ്റീവാണ്. ഇന്ന് ഓബ്വിയസ്ലി ആ ഐഡിയയിലൂടെ തന്നെയാണ് നമ്മളൊരു ഗോള് കണ്ടെത്തിയത്. കുറച്ചൊരു ഭാഗ്യത്തിന്റെ ടച്ച് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ആ അപ്ലൈ ചെയ്ത പ്രഷറിനും നമ്മൾ കാണിച്ച ആ ക്രിയേറ്റിവിറ്റിക്കും നമ്മൾ ആ ഗോൾ അർഹിച്ചിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഓരോ മത്സരം കഴിയുന്തോറും വെസ്റ്റ്വുഡ് ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇനി നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒറ്റ എവേ മത്സരം പോലുമില്ല.
ഇവിടം തൊട്ട് ഇനി സീസൺ അവസാനിക്കുന്ന വരെ എല്ലാ മത്സരവും കൊച്ചിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാവൽ ഇല്ല, അങ്ങനത്തെ ഫെറ്റീഗ് ഇഷ്യൂസ് ഇല്ല. നമ്മുടെ ടീമിന് കുറേ സമയം ട്രെയിനിങ്ങിൽ സ്പെൻഡ് ചെയ്യാം, ഇഷ്ടംപോലെ റിക്കവറിയിൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിയും ഇമ്പ്രൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓബ്വിയസ്ലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ജയം നേടിയിരുന്നെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് തുടക്കത്തിൽ പറഞ്ഞത്, ഇവിടെ ഒരു ജയം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു റണ്ണാണ് നമുക്ക് വരാൻ പോകുന്നത്. എല്ലാം ഹോം മത്സരങ്ങൾ, വേറൊരു ടെൻഷനും നമുക്കില്ല, അത് മാത്രമേ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ജയം നമ്മൾ നേടിയിരുന്നെങ്കിൽ ഓബ്വിയസ്ലി ആ റിലഗേഷൻ ബാറ്റിൽ നിന്ന് ഒഫീഷ്യലി നമ്മൾ എസ്കേപ്പ് ആയനെ. എന്തായാലും ഈ കഴിഞ്ഞ 2 മത്സരങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീർച്ചയായിട്ടും നമുക്കൊരു ഒരു നല്ല ചാൻസ് ഉണ്ട് നമ്മൾ സർവൈവ് ചെയ്യാനുള്ളതെന്നാണ്. മുഹമ്മദിനായിട്ടും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഈ ഒരു മെൻറ്റാലിറ്റി വെസ്റ്റ്വുഡ് പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന, അത് ഓരോ പ്ലെയറിനെയും ഇമ്പ്രൂവ് ചെയ്യട്ടെ. കാരണം ഇവാൻ വുക്കുമാനോവിച്ച് പോയതിനു ശേഷം നമ്മുടെ ക്ലബ്ബിൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയോ ഒരു ഐഡന്റിറ്റിയോ ഒന്നും ഉണ്ടായിട്ടില്ല. വെസ്റ്റ്വുഡിന്റെ ഒരു മാനേജീരിയൽ ശൈലി വെച്ചിട്ട് പുള്ളിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ട്. ഇതൊരു ഡയറക്റ്റ് കമ്പാരിസൺ ഒന്നും അല്ല. ഓബ്വിയസ്ലി 3 മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ കണ്ടതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ ഐഡിയാസ് ഉള്ള ഒരു കോച്ചാണ്. ഇപ്പോഴും പുള്ളിയുടെ മെത്തേഡുകൾ ഈ ലീഗിൽ ഒരുപക്ഷെ വർക്ക് ചെയ്തേക്കാമെന്നുള്ളതിനുള്ള ഒരു വലിയ എക്സാമ്പിൾ കൂടെ ഈ സീസൺ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മിഡ്ഫീൽഡ് സെറ്റപ്പിനെ കുറിച്ച് ഇപ്പൊ ഞാൻ കഴിഞ്ഞ പോയിന്റിൽ സംസാരിച്ചല്ലോ, അതിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നേടിയത് ഇന്ന് വിപിനാണ്. വിപിനിൽ ഞാൻ ഈ സീസണിൽ ഒരിക്കലും കാണാത്ത ഒരു കോൺഫിഡൻസ് ഇന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എപ്പോൾ ബോൾ കിട്ടിയാലും കുറച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്, പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്, നല്ലോണം അറ്റാക്ക് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഈ ഒരു സെറ്റപ്പ് കാരണം വിപിന് കിട്ടി. കാരണം ഓബ്വിയസ്ലി ദാനിഷ് ഡീപ്പായിട്ട് കളിക്കുന്നുണ്ട്, ഫ്രെഡിയും ഒരു ഹോൾഡിംഗ് റോളിലാണ് കളിക്കുന്നത്. വിപിനും ബെനറീഫിനും നല്ലോണം കമ്പൈൻ ചെയ്ത് ഫൈനൽ തേർഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടി. അവർ തമ്മിൽ ആക്ച്വലി നല്ലൊരു കണക്ഷൻ വർക്കൗട്ട് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബെനറീഫിനെ കുറിച്ച് പിന്നെ ഞാൻ കഴിഞ്ഞ കളി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരുപാട് ഹൈപ്പ് കൊടുക്കണ്ട എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ അങ്ങനെ ഓവറായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ബിക്കോസ് ഈ ഒരു സീസണിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. നമുക്ക് എന്ത് കിട്ടിയാലും അതൊരു വലിയ പോസിറ്റീവായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. കാരണം ഇതുവരെയുള്ള മത്സരങ്ങളിൽ നമ്മുടെ പെർഫോമൻസ് വളരെ ദയനീയമായിരുന്നിട്ടേ ഉള്ളൂ. ഈ ഒരു 2 മത്സരമാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കളിച്ചു എന്ന് പറയാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കൺക്ലൂഷനുകളിലേക്ക് എത്താൻ ഭയങ്കര എളുപ്പമാണ്. ഒരാൾ എന്തെങ്കിലും ഒരു 30 മിനിറ്റ് ഒരു തരക്കേടില്ലാണ്ട് കളിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൊള്ളാലോ, സംഭവം കൊള്ളാം, ഇയാൾ കൊള്ളാമെന്നൊക്കെ ഫീൽ ചെയ്തേക്കാം നമുക്ക്. അതിൽ തെറ്റൊന്നുമില്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തേക്കാം. ഈ മരുഭൂമി പെയ്യുന്ന മഴ എപ്പോഴും എല്ലാവരും ആസ്വദിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബെനറീഫിൽ ക്വാളിറ്റി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ടെക്നിക്കൽ എബിലിറ്റി ഒക്കെ ഉള്ളൊരു പ്ലെയറാണ്. അത് ഇന്നും നമ്മൾ പലതവണ കണ്ടിരുന്നു. ബോൾ ഔട്ട്സൈഡ് വെച്ചൊക്കെ ഒരു പാസ് കൊടുക്കുന്ന, ഔട്ട്സൈഡ് ദ ഫുട്ട് വെച്ചൊക്കെ ഒരു വിങ്ങിലോട്ട് പാസ് കൊടുക്കുന്ന ഒരു ബോളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറിന് മാത്രമേ ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ സീസൺ കഴിയുന്നത് വരെയുള്ള മത്സരങ്ങളെല്ലാം കാണുന്നതിന് മുമ്പ് നമ്മൾ ആരും ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മുടെ ടീം ടെക്നിക്കലി ഇപ്പോഴും സെക്കൻഡ് ഫ്രം ബോട്ടം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പോസിറ്റിവിറ്റി ക്ലബിലോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഡാർബി വിൻ, ഇന്നത്തെ പെർഫോമൻസ്, റിസൾട്ട് നമ്മുടെ കീഴിലല്ലെങ്കിലും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ആ ഇതിന്റെ മുകളിൽ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ട കാര്യമില്ല. ബിക്കോസ് ഇനിയും മത്സരങ്ങൾ വരാനുണ്ട്. ആ മത്സരങ്ങളിൽ കുറച്ച് ടഫായിട്ടുള്ള മത്സരങ്ങളും ഉണ്ട്. ആ മത്സരങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കൊരു വിലയിരുത്താം. എന്തായാലും വിപിനെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ്വുഡിന്റെ കീഴിലുള്ള ഈ ഒരു മിഡ്ഫീൽഡ് സെറ്റപ്പ് നല്ലോണം സൂട്ട് ചെയ്യുന്നുണ്ട്. ഓബ്വിയസ്ലി കാറ്റലയുടെ കീഴിലുണ്ടായിരുന്ന ആ ടീമിലെ മിഡ്ഫീൽഡിൽ നമുക്കറിയാം വിപിന്റെ ബെസ്റ്റ് സ്ട്രെങ്ത്തിന് പറ്റിയ ഒരു സെറ്റപ്പ് ആയിരുന്നില്ല അത്. കുറച്ചും കൂടെ ഡീപ്പായിട്ടൊക്കെ കളിക്കാനും കുറച്ചും കൂടെ ഡിഫെൻസീവ് വർക്ക് എടുക്കാനും ഒക്കെ ഉള്ളൊരു ചുമതല വിപിനിൽ വന്നിരുന്നു. ഇന്ന് പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ മുന്നോട്ട് കയറാനും ആ ഒരു ക്വാളിറ്റി, വിപിൻ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഫോർവേഡ് തിങ്കിങ് പ്ലെയർ ആണ് വിപിൻ. ഒരിക്കലും ഒരു ഡീപ്പ് റോളിലേക്ക് കളിച്ചിങ്ങനെ ഒരു ഡേർട്ടി വർക്ക് ചെയ്യാൻ പറയേണ്ട പ്ലെയറേ അല്ല വിപിൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അങ്ങനത്തെ ഒരു മോൾഡിലുള്ള പ്ലെയർ ആണ് ഒരു പക്ഷേ ഫ്രെഡിയൊക്കെ. വിപിൻ എപ്പോഴും ഫോർവേഡ് തിങ്കിങ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ആ ഒരു ഫ്രീഡം ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു മിഡ്ഫീൽഡിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു മിഡ്ഫീൽഡ് സെറ്റപ്പിന്റെ ചേഞ്ച് അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ബെനിഫിറ്റ് ചെയ്തത് വിപിനെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഈ മത്സരത്തിൽ നിന്ന് 5 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഹുവാൻ പെഡ്രോ ബെനാലി ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി, ആ റിൻസ്വാലനെ മര്യാദയ്ക്ക് കളിപ്പിക്കുക. ഇത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ്, എന്തുകൊണ്ട് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ മത്സരവും കൂടെ കൂട്ടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 മത്സരങ്ങളായിട്ട് റിൻസ്വാല സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇല്ല. എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നു, ആ ഒരു ഈക്വലൈസർ ഗോൾ കണ്ടെത്തുന്നു. ഇതുപോലെ തന്നെയാണ് BFCക്കെതിരെ സംഭവിച്ചത്.
ബെഞ്ചിൽ നിന്ന് വന്നു, ഒരു കിടിലൻ ഗോൾ അടിച്ചു. അന്ന് നമ്മൾ പറഞ്ഞതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിപ്പിക്കുക ഈ പ്ലെയറിനെ, റെഗുലറായിട്ട് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ക്ലിയർ ആണ്. കാരണം അത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ്. പക്ഷേ എന്തുകൊണ്ടോ റിൻസ്വാലയ്ക്ക് എപ്പോഴും ഒട്ടും ഒരു ഭാഗ്യമില്ലാത്ത പ്ലെയറാണ്. എത്രത്തോളം പ്രൂവ് ചെയ്താലും പല വാതിലുകളും പുള്ളിയുടെ മുമ്പിൽ അടഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഐ ലീഗിലും അത്രയും മികച്ച പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യ കോളപ്പ് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. പിന്നീട് ISLലേക്ക് വന്നു. അപ്പം ഓബിയസ്ലി വീണ്ടും പ്രതീക്ഷകൾ ഉയർന്നു. കാരണം ഇപ്പോൾ ഒരു കൂടുതൽ വിസിബിലിറ്റി ഉണ്ടല്ലോ, ടോപ്പ് ടിയറിലാണ് കളിക്കുന്നത്, അങ്ങനെ ഒരു വിസിബിലിറ്റി ഇതുണ്ട്. എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലും പലപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ ആണ്. പുള്ളിക്ക് വേണ്ടത്ര അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കിട്ടുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു BFCക്ക് എതിരെയുള്ള ഗോൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1-2 മത്സരങ്ങൾ കളിച്ചു, സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പിന്നീട് ഒരു കാരണമില്ലാണ്ട് വെറുതെ ആ ലൈനപ്പിൽ നിന്ന് പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മത്സരങ്ങളൊന്നും നോർത്ത് ഈസ്റ്റ് തോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. 1-2 ഡ്രോ എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പോയി. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ വന്ന് ഇവിടെ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. ശരിക്കും ഈ മാച്ചിൽ പാർത്ഥിബ് തുടക്കത്തിൽ നല്ലോണം സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. 2 ഗോൾഡൻ ചാൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ വീണ് കിട്ടിയത്. അത് രണ്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ ആ ഹൈറോയ്ക്ക് ഞാൻ പറഞ്ഞ ആ ചാൻസിനൊരു നല്ല പാസ് കളിച്ചു. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ ശരിക്കും പാർത്ഥിബിൻ്റെ പെർഫോമൻസ് ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് തന്നെയായിരുന്നു ഇത്. അതിലൊരു സംശയമില്ല. ആ ഒരു ഒറ്റ പാസ് നമ്മൾ എടുത്ത് മാറ്റുകയാണെങ്കിൽ അതല്ലാണ്ട് വേറെ മേജർ ഇമ്പാക്റ്റ് ഒന്നും പാർത്ഥിബ് ഉണ്ടാക്കിയിട്ടില്ല. തീർച്ചയായിട്ടും അവിടെ റിൻസ്വാലയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്ലെയർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ ആ ഒരു ഗോള് ഓബിയസ്ലി ആ ഒരു അവയർനെസ്, ആ 2 ഡിഫൻഡർമാരും ബോൾ വാച്ചിങ് ആയിരുന്നപ്പോഴത്തേക്കും അവിടെ വന്ന് അടിക്കുക, വീണ് കിട്ടിയ ഒരു അവസരമാണ്. പക്ഷെ ഒരു സ്ട്രൈക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം വീണ് കിട്ടുമ്പോൾ അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അത് തീർച്ചയായിട്ടും റിൻസ്വാലയിലുണ്ട്. ടെക്നിക്കൽ എബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം പിന്നെ എന്തുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് റെഗുലർ ആയിട്ട് ഈ പ്ലെയറിനെ യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഒട്ടും അറിയില്ല. എന്തായാലും തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഒരു കൺസിസ്റ്റന്റ് റണ്ണ് കിട്ടട്ടെ. നോർത്ത് ഈസ്റ്റ് നമുക്കറിയാം, അജറെ പോയതിനു ശേഷം അവർക്ക് ആ ഒരു എക്സ് ഫാക്ടർ നഷ്ടപ്പെട്ട ടീമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു റിൻസ്വാലനെ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിൻസ്വാല ഡെലിവർ ചെയ്യും. അതിനുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ്. ആ ഒരു എക്സ് ഫാക്ടർ കൊണ്ടുവരാൻ എന്തുകൊണ്ടും കഴിവുള്ളൊരു പ്ലെയറാണ്. ഇപ്പം നമ്മൾ നിലവിലെ നോർത്ത് ഈസ്റ്റിന്റെ ഫോർവേഡ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് റിൻസ്വാല ബാക്കിയുള്ളവരെക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. തീർച്ചയായിട്ടും ഒരു പ്ലെയറിനെ നമുക്ക് പിന്നെ എക്സ്റ്റെൻഡഡ് റണ്ണ് കിട്ടാണ്ട് ആ പ്ലെയറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കളി കളിക്കുന്നു, പിന്നെ ബെഞ്ചിലാവുന്നു, പിന്നീട് വേറെ 2 കളി കളിക്കുന്നു, പിന്നെയും പുറത്തേക്കുന്നു. അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്കും ഓബിയസ്ലി ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ. എന്തായാലും ഇന്നത്തെ റിൻസ്വാലയുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും ബെനാലിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റി കാണും. അയാൾ റിൻസ്വാലനെ ട്രസ്റ്റ് ചെയ്യട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് കളിപ്പിക്കട്ടെ. ബിക്കോസ് നോർത്ത് ഈസ്റ്റിനും ഇന്ത്യക്കും ഒക്കെ ഉള്ള ഒരു വലിയ പ്രോസ്പെക്റ്റ് തന്നെയാണ് ഈ പ്ലെയർ. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് ദാനിഷ് ഫറൂഖിനെ കുറിച്ചാണ്. ശരിക്കും ആഷ്ലി വെസ്റ്റ്വുഡിന് കീഴിൽ അടിമുടി ഒരു മാറ്റം വന്നിരിക്കുന്ന ഒരു പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന ദാനിഷ് ഇപ്പോൾ ഒരു 3rd സെന്റർ ബാക്ക് ആയിട്ടാണ് ഓൾമോസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എനിക്കറിയാം ആ ഗോള് കൺസീഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം. ബിക്കോസ് 2 പ്ലേയേഴ്സും ബോൾ വാച്ചിങ് ആണ്. അവിടെ ഫാലു ആയാലും ദാനിഷ് ആയാലും ബോൾ ബാറിലിടിച്ച് വരുന്നു, അവരതിങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. റിൻസ്വാല അവിടെ നിന്ന് വരുന്നുണ്ടെന്നുള്ള ഒരു അവയർനെസ് അവർ കാണിച്ചില്ല. ഓബിയസ്ലി പിന്നെ അവർ വിചാരിച്ചു ഇനി റിൻസ്വാല ഓഫ് സൈഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വർക്കൗട്ട് ആയില്ല, നമ്മൾ അവിടെ ഒരു ഗോൾ കൺസീഡ് ചെയ്തു, അത് ക്ലിയർ ആണ്. പക്ഷെ ആ ഒരു മൊമെന്റ് ഒഴിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദാനിഷ് നൽകിയ ഡ്യൂട്ടി വളരെ ഡീസെന്റ് ആയിട്ട് തന്നെ ചെയ്തു. മെയിൻ ജോലി നോർത്ത് ഈസ്റ്റിന്റെ റണ്ണേഴ്സിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവർ ഡിഫൻസിന്റെ പിന്നിലോട്ടൊക്കെ റണ്ണ് മേക്ക് ചെയ്യാൻ പോകുമ്പോൾ ആ മാന്റെ കൂടെ നിൽക്കുക, അതാണ് ബേസിക്കലി ദാനിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം എന്തോ മാത്രമാണ് കറക്റ്റ് ആ ഒരു മാനിനെ ട്രാക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നുള്ളൂ. അല്ലാണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ വളരെ നീറ്റ് ആയിട്ട് തന്നെ ആ ജോലി ദാനിഷ് ചെയ്തു. നിങ്ങൾ പണ്ട് തൊട്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ദാനിഷിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു അഡ്വാൻസ്ഡ് റോളിൽ ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആയിട്ട് കളിക്കാനുള്ള ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ദാനിഷിനില്ല. ഡീപ്പായിട്ട് കളിക്കുകയാണെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ ഇല്ല ദാനിഷിന്. പലപ്പോഴും ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കാനും അതുപോലെ തന്നെ നല്ല നല്ല തീരുമാനങ്ങൾ ലൈക്ക് റാഷ് ആയിട്ട് പെരുമാറാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു ക്വാളിറ്റി ദാനിഷിൽ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം ആ ഒരു ഡിസിപ്ലിൻ ഫാക്ടറിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് നമുക്കറിയാം ഒരു പ്ലെയറിന്റെ ബെസ്റ്റ് പുറത്തെടുക്കാൻ കഴിവുള്ളൊരു കോച്ചാണ് വെസ്റ്റ്വുഡ്. ആൻഡ് ഡിസിപ്ലിൻ പുള്ളിക്ക് ഒരു നമ്പർ 1 പ്രയോറിറ്റിയാണ്. പുള്ളി എല്ലാ പ്ലേയേഴ്സിനെയും ഭയങ്കര ഡിസിപ്ലിൻഡ് ആക്കും. പുള്ളിക്ക് ഒരു റിജിഡ് സ്ട്രക്ചർ ഉണ്ട്. പുള്ളി എങ്ങനെ കളിക്കണം, പുള്ളിയുടെ ടീമുകൾ എന്തൊക്കെ ചെയ്യണം, ഓൺ ദ ബോളും ഓഫ് ദ ബോളും എങ്ങനെ പൊസിഷൻ ചെയ്യണം, ഏതൊക്കെ ഏരിയാസിലോട്ട് പ്ലെയേഴ്സിന് മൂവ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളൊരു റിജിഡ് സ്ട്രക്ചറാണ് പുള്ളിയുടെ കാര്യങ്ങൾ. പുള്ളിയുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഡിഫെൻസീവ് സോളിഡിറ്റി, പിന്നെ
അറ്റാക്ക് ചെയ്യുക, കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബ്രേക്കിൽ ടീംസിനെ ഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ തന്നെയാണ് പുള്ളിയുടെ ഒരു കോച്ചിങ് സ്ട്രാറ്റജി. സെറ്റ് പീസുകൾ നല്ലോണം ഉപയോഗിക്കുക. ആൻഡ് ദാനിഷിന്റെ ഡിസിപ്ലിൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വെസ്റ്റ്വുഡ് ഓവർ ടൈം വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ ഡ്രിങ്ക്സ് ബ്രേക്കിനും വെസ്റ്റ്വുഡ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ കളിക്കണം, അല്ലെങ്കിൽ എന്താണ് പുള്ളി ഈ പ്ലെയറിൽ നിന്ന് ഈ റോളിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ അവൾ ചർച്ച ചെയ്യുന്ന പോലെ തോന്നി. ശരിക്കും അവിടെ ഒരു മാനേജ്മെന്റ് സംഭവിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ശരിക്കും ദാനിഷിന് ഇങ്ങനെ ഒരു റോള്, ബിക്കോസ് കാറ്റലയുടെ കീഴിലോ ഇതിനു മുമ്പ് സ്റ്റാറയുടെ കീഴിലോ ഒന്നും നമ്മൾ ഇങ്ങനത്തെ ഒരു റോള് ദാനിഷ് കളിക്കുന്നത് കണ്ടിട്ടില്ല. ഒബ്വിയസ്ലി ആ ഒരു സെന്റർ ബാക്കുകളുടെ ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഡീപ്പായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ വെസ്റ്റ്വുഡ് എന്തോ ഒരു ക്വാളിറ്റി ഈ പ്ലെയറിൽ കണ്ടിട്ട് ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു റോളിൽ കളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കളിയുടെ മെജോറിറ്റി സമയവും അത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അത് ക്ലിയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. എപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ യൂഷ്വലി നമ്മൾ ആദ്യം സ്കേപ്പ് ഗോട്ട് ആക്കുന്ന ഒരു പ്ലെയറാണ് ദാനിഷ്. ഇതുപോലെ തന്നെയായിരുന്നു സന്ദീപും. ഇവരെ രണ്ടുപേരെയും ഞാൻ മോശമായിട്ട് കളിച്ചപ്പോൾ ക്രിട്ടിസൈസും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ജോലിയുടെ ഭാഗമാണ്, നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് ആക്ച്വലി ആ ഒരു ഒറ്റ മൊമെന്റ് അല്ലാണ്ട് ബാക്കി മെജോറിറ്റി ഓഫ് ദ ഗെയിം നോക്കുമ്പോൾ ദാനിഷ് അത്യാവശ്യം പോസിറ്റീവായിട്ട് കളിച്ച പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു ഓർഗനൈസേഷൻ ഒക്കെ ആ പ്ലെയറിലേക്ക് കൊണ്ടുവരാൻ വെസ്റ്റ്വുഡ് ശ്രമിക്കുന്നുണ്ട്. ഇതെന്തായാലും ഒരു ടെമ്പററി ഫിക്സ് മാത്രമായിരിക്കാം. ഈ ഒരു സീസണിൽ ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി വെസ്റ്റ്വുഡ് ട്രൈ ചെയ്യുന്നതായിരിക്കാം. ഒരു ലോങ് ടേം ഫ്യൂച്ചർ ഇവിടെ ഈ സീസൺ കഴിഞ്ഞാൽ ദാനിഷിനുണ്ടോയെന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. പക്ഷേ ഈ ഒരു 80-85-90 മിനിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 80-85 മിനിറ്റിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ദാനിഷിനെ പോലെ തന്നെ ഫാലുവിനെയും നമുക്ക് ആ ഗോളിന് വേണമെങ്കിൽ ബ്ലെയിം ചെയ്യാം. കാരണം ആ ഒരു അവയർനെസ് കാണിച്ചില്ല. ഫാലുവിൻ്റെ ആ സൈഡിൽ നിന്നാണ് ആക്ച്വലി റിൻസ്വാല വന്ന് ആ ഒരു ഗോൾ നേടുന്നത്. പക്ഷേ ഒരിക്കലും ഫാലുവിൻ്റെ ഇന്നത്തെ പെർഫോമൻസിനെ നമുക്ക് അങ്ങനെ കുറച്ച് കാണാൻ കഴിയില്ല. കാരണം ഫാലു ആ ഡിഫൻസിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇതിന് മുമ്പേ ഒരു ഗോൾ കൺസീഡ് ചെയ്തേനെ. എത്ര ക്രോസുകളാണ് ഫാലു ഇന്ന് ഡീൽ ചെയ്തത് നമ്മൾ കണ്ടാലറിയാം. പല പ്രാവശ്യവും നമ്മൾ നോർത്ത് ഈസ്റ്റ് ആക്ച്വലി ആ ഒരു ക്രോസുകൾ ഇട്ടാണ് നമ്മൾ പലതവണ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആ ഒരു 2 ഫുൾ ബാക്സും നല്ല വീക്കായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ. ബികാഷ് ആയാലും സഹീഫ് ആയാലും അവരുടെ വിങ്ങേഴ്സ് രണ്ടുപേരെയും നല്ലോണം ഇൻ ബിഹൈൻഡൊക്കെ റണ്ണ് മേക്ക് ചെയ്ത് ഒരുപാട് ബോളുകളും ഒക്കെ ഇടാൻ ശ്രമിച്ചിരുന്നു. ബികാഷ് നമുക്കറിയാം ഒരു പ്രോപ്പർ ഫുൾ ബാക്ക് അല്ല, ഈ ഒരു സിറ്റുവേഷനിൽ റൈറ്റ് ബാക്ക് കളിക്കുന്നതാണ്. സഹീഫിന് പിന്നെ ഈ ഒരു പ്രശ്നം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. ഈ വിങ്ങേഴ്സ് പുറകിലോട്ടൊക്കെ വന്ന് ജിതിനാണ് ആ സൈഡ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഫേസ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി അവിടെ ചെറിയ പ്രശ്നങ്ങൾ വരുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അങ്ങനെ എപ്പോഴൊക്കെ നമ്മളൊരു പ്രഷറിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഫാല് നമ്മൾ രക്ഷിച്ചു എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു ഗോൾ വന്നതിൻ്റെ ബിൽഡപ്പിലുള്ള ആ ഒരു ഓവർ ഹെഡ് കിക്ക്, അത് തീർച്ചയായിട്ടും ക്രെഡിറ്റ് അർഹിക്കുന്നൊരു എഫേർട്ട് തന്നെയായിരുന്നു. ശരിക്കും ആ ബോൾ അകത്ത് കയറണമായിരുന്നു, അത്രയ്ക്കും നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ബട്ട് ലക്കിലി ആ ഒരു ഡിഫ്ലക്ഷനിലൂടെ നമുക്കൊരു ഗോൾ നേടാനായി. ഈ സീസണിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോറിൻ താരങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന പ്ലെയർ ഫാലു ആണെന്നുള്ളതിൽ ഒരു സംശയവും. എന്തായാലും ഇപ്പോൾ ബെനറീഫും ഫ്രാഞ്ചും ഒക്കെ വന്നിട്ടുണ്ട്, അവരിലും ഒരു ചെറിയ ക്വാളിറ്റി ഉണ്ടെന്നുള്ളൊരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫാലുവിൻ്റെ ആദ്യ മത്സരത്തിന് ശേഷം തന്നെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഓർഗനൈസേഷനൊക്കെ നമ്മുടെ ഡിഫൻസിന് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണെന്ന്. ഇപ്പോഴും ആ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവങ്ങൾ നമുക്ക് ഭയങ്കര എവിഡൻ്റ് ആണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു സ്ലിപ്പപ്പോ വരികയാണെങ്കിൽ അപ്പം തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഒരു പ്രശ്നം പരിഹരിക്കാനുമുള്ള ഒരു മനസ്സ് ഈ പ്ലെയർ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അറിയില്ല ഇവരിൽ ആരൊക്കെ റിട്ടൈൻ ആവും അല്ലെങ്കിൽ ഇവരിൽ ആരെയൊക്കെ റിട്ടൈൻ ചെയ്യണം. ഈ ലീഗിൻ്റെ ലോങ് ടേം ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതൊക്കെ. ബിക്കോസ് ഇപ്പോഴും നമുക്കറിയാം ഒരു ബിഡർ ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ ഫ്യൂച്ചർ എന്താവുമെന്ന് അറിയില്ല. അപ്പം മേ ബി അടുത്ത വർഷം എങ്ങനെയായിരിക്കും റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും എന്നൊന്നും നമുക്കറിയില്ല. ബിക്കോസ് നമുക്കറിയാം FSDL ഉണ്ടായിരുന്നപ്പോൾ ഒരു ബ്രോഡ്കാസ്റ്റ് റവന്യൂ കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി ടീംസിന് യൂസ് ചെയ്യാം. അപ്പം അങ്ങനൊരു പാർട്ട്ണറൊക്കെ വന്ന് അങ്ങനത്തെ ഒരു പോസിബിൾ സ്ട്രീം ഓഫ് റവന്യൂ കൂടെ വരികയാണെങ്കിൽ ബാക്കിയുള്ള ക്ലബ്സും നല്ലോണം ഹയർ ചെയ്യും. നമുക്കറിയാം ആ ഒരു റവന്യൂ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹയർ ചെയ്തിരുന്നതെന്ന് നമുക്കറിയാം. അപ്പം ബാക്കിയുള്ള ടീംസിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ ടീമും തമ്മിൽ വലിയ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ സസ്റ്റൈനബിലിറ്റി ആണല്ലോ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇനിയുള്ളൊരു സിറ്റുവേഷനിൽ വീണ്ടും ഈ സെൻട്രൽ റവന്യൂ ഒക്കെ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ബാക്കിയുള്ള ടീമുകൾ എന്തായാലും സ്പെൻഡ് ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. അവർ ഒരു നെക്സ്റ്റ് ലെവൽ ക്വാളിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ഫാലുവിനെ തന്നെ കീപ്പ് ചെയ്യണോ അല്ലെങ്കിൽ വേറൊരു ഇത്രയും കൂടെ ക്വാളിറ്റി കൂടിയ സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരണോ, അതായിരിക്കും ഒരു വലിയ ഡിബേറ്റ്. അതായിരിക്കും ഏത് പ്ലെയർ ആയാലും, ഈ ബെന്നറിഫ് ആയാലും അത് തന്നെയാണ് ഞാൻ പറയുന്നത്.
ബിക്കോസ് ഇപ്പം നമ്മൾക്കറിയാം ഈ ലീഗിൻ്റെ ഒരു ക്വാളിറ്റി അത് കുറഞ്ഞിട്ടുണ്ട്. ഒരു ഫുൾ സ്ട്രെങ്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീം നമുക്കറിയാം. ആ ഒരു ടീം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരിക്കാം നമ്മളെ ട്രബിൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അജറൈ ഉണ്ടായിരുന്നു ഇന്ന് ആ ലൈനപ്പിൽ, ആൻഡ് അജറയും ഫാലും തമ്മിൽ കളിച്ചിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ആ ലെവലും ഈ ലെവലും ഓക്കെ ആണോ എന്ന് മെഷർ ചെയ്യാനുള്ള ഒരു മെട്രിക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഇതാണ് നമ്മുടെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ. ഇനി ഈ ഒരു സീസൺ ഐ തിങ്ക് വെസ്റ്റ്വുഡ് വന്നതോടുകൂടി നമ്മൾ റെലഗേഷൻ അവോയ്ഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു, റീബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രഷർ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. കാരണം നമ്മളിപ്പം കുറച്ചൊന്ന് ലൂസ് ആവുകയാണെങ്കിൽ ഇവരിതിങ്ങനെ തട്ടിമുട്ടി എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ നോക്കും അടുത്ത സീസണും. നമ്മളത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന ഒരു സ്ക്വാഡ് ലഭിക്കുന്നവരെ, നല്ല ഇന്ത്യൻ പ്ലെയേഴ്സ് വരുന്നത് വരെ നമ്മൾ ഇത് നിർത്താൻ പാടില്ല. നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുക ഇവരുടെ അടുത്ത്. നമ്മുടെ ഫൈറ്റ് പ്ലെയേഴ്സിനെതിരെയോ ഇതൊന്നുമല്ല. നമ്മുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റിനെതിരെയാണ്. ഈ CEO, സ്പോർട്ടിംഗ് ഡയറക്ടർ, ഓണർ, ഇവർ അക്കൗണ്ടബിൾ ആണോ? ഇപ്പം നമ്മൾ ഒന്നും മിണ്ടാനാണ് ഈ സീസൺ ഇരിക്കുന്നത്. നമ്മളൊന്നും പ്രതിഷേധം ഒന്നും ഇതുവരെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ 100% ഞാൻ എഴുതി തരാം ഇവർ ഈ പരിപാടി ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഇവർ ഈ റിക്രൂട്ട്മെൻറ്റ് ഒരു കാര്യം നടത്തില്ലായിരുന്നു. ഇവരെങ്ങനെയെങ്കിലും ഈ സാധനം ഒന്ന് ഓടിക്കാം. മുഹമ്മദിൻ നമ്മളെക്കാളും വീക്കാണല്ലോ, ആ ഒരു രീതിയിൽ സർവൈവ് ചെയ്ത് പോകാമെന്നേ ഇവർ ഉദ്ദേശിക്കുകയുള്ളൂ. ഇത്രയും പ്രഷറും കാര്യങ്ങളും ഇവരുടെ മുമ്പിലേക്ക് എത്തിയതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ജേഴ്സി ശ്രദ്ധിച്ചറിയാം, അതിൻ്റെ അകത്ത് 2 സ്പോൺസേഴ്സ് ഇല്ല. മറ്റേ ബ്രിട്ടാനിയ 50-50 ആ സാധനം ഇവിടെ ഉണ്ടല്ലോ, അതുമില്ല. പിന്നെ മറ്റേ ഫാസിയോയും ഇല്ല. ഇത് പ്രഷർ വീണുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്നുള്ളതിൽ ഒരു സംശയമില്ല. നമ്മൾ ഇപ്പോൾ പുതിയ താരങ്ങൾ വന്നു, ബെനറീഫ് വന്നു, ഫാലു വന്നു, ഫ്രാഞ്ച് വന്നു. ഇവരെല്ലാവരും വന്നിരിക്കുന്നതിൻ്റെ കാരണം ഈ പ്രഷർ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ പ്രഷർ ഇട്ടിട്ടേ ഇവരെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഇവരൊന്നും കൂടെ ശരിക്കും ഇരുന്ന് പഠിക്കട്ടെ. ഇവർ നല്ലോണം റീസെർച്ചൊക്കെ ചെയ്ത് എല്ലാ കാര്യമൊക്കെ പഠിക്കുന്ന ആൾക്കാരാണല്ലോ. എന്തായാലും ഈ സീസൺ ഇവരെ പാഠം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവരെ പ്രഷർ ഇടുക, ഈ പ്രൊട്ടസ്റ്റുകൾ കണ്ടിന്യൂ ചെയ്യുക. ഇവർ ഈ ഒരു ക്ലബിനെ സീരിയസ് ആയിട്ടൊരു കണ്ടൻഡർ ആക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ഒരു സീസൺ പ്ലേ ഓഫ് കളിച്ചുകൊണ്ട് അതൊന്നും ആവുന്നില്ല. ഒരു പ്രോജക്റ്റ് വേണം ഇവിടെ. ഒരു നല്ല കോച്ചിനെ കൊണ്ടുവന്ന് അയാൾക്ക് ബിൽഡ് ചെയ്യാനുള്ള സംഭവം കൊടുത്ത് ഒരു പ്രോസസ്സ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവിടെ ഇല്ല. സോ ബേസിക്കലി അങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നിടത്തോളം കാലം നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എന്തായാലും ഇന്ന് 3 പോയിന്റ് ലഭിച്ചിരുന്നെങ്കിൽ ട്രൂലി ഹാപ്പി വിഷു ആയനെ. പക്ഷേ അത് കിട്ടിയില്ല നമുക്ക്. എന്തായാലും അടുത്ത മത്സരത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പായിട്ട് പ്രീവ്യൂ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അറിയാമല്ലോ, നമ്മൾ പോസ്റ്റ് മാച്ച് മാത്രമേ ഇനി ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇനി ഏതാനും മത്സരങ്ങളും കൂടെ ബാക്കിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. എന്തായാലും യു ഗൈസ് ടേക്ക് കെയർ. ബൈ ഫോർ നൗ.